നമസ്കാരം, ഏവർക്കും സ്കേലാർ ഡിസിപ്ലിനയുടെ പുതിയൊരു സൈക്കോളജി ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ 2 വീഡിയോകളിലായി നമ്മൾ എഡ്വേർഡ് ലീ തോണ്ടേക്ക്, ഇവാൻ പെട്രോവിച്ച് പാവ്ലോ തുടങ്ങി വ്യവഹാരവാദികൾ നടത്തിയ പരീക്ഷണങ്ങളും അതിലൂടെ അവരെത്തിച്ചേർന്ന പ്രധാനപ്പെട്ട ആശയങ്ങളും പഠന നിയമങ്ങളുമാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ മറ്റൊരു വ്യവഹാരവാദിയായ B.F. സ്കിന്നർ നടത്തിയ പരീക്ഷണങ്ങളും അതിൽ നിന്ന് അദ്ദേഹം എത്തിച്ചേർന്ന പഠനവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ആശയങ്ങളുമാണ് മനസ്സിലാക്കുന്നത്. ഒരിക്കൽ കൂടെ ഏവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. B.F. സ്കിന്നർ 1904-1990 കാലഘട്ടങ്ങളിലായി ജീവിച്ചിരുന്ന ഒരു അമേരിക്കൻ സൈക്കോളജിസ്റ്റ് ആണ് B.F. സ്കിന്നർ. തോണ്ടേക്കിനെ പറ്റി നമ്മൾ പഠിച്ചപ്പോൾ അദ്ദേഹം ഒരു അമേരിക്കൻ സൈക്കോളജിസ്റ്റ് തന്നെയാണെന്ന് നമ്മൾ പഠിച്ചിരുന്നു. എന്നാൽ പാവ്ലോവ് ആരായിരുന്നു? അദ്ദേഹം ഒരു റഷ്യൻ ഫിസിയോളജിസ്റ്റ് ആയിരുന്നു, അല്ലെ? അപ്പൊ പഠിക്കുമ്പോൾ ഇതുപോലെ കമ്പയർ ചെയ്ത് പഠിക്കാം. ഇനി ഇദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട പുസ്തകങ്ങളാണ് വെർബൽ ബിഹേവിയർ, ദ ബിഹേവിയർ ഓഫ് ഓർഗാനിസംസ്, സയൻസ് ആൻഡ് ഹ്യൂമൻ ബിഹേവിയർ. എന്തൊക്കെയാണ്? വെർബൽ ബിഹേവിയർ, ദ ബിഹേവിയർ ഓഫ് ഓർഗാനിസംസ്, സയൻസ് ആൻഡ് ഹ്യൂമൻ ബിഹേവിയർ. നമുക്കറിയാം പാവ്ലോവ് അദ്ദേഹത്തിന്റെ പരീക്ഷണങ്ങൾ നടത്തിയിട്ടുള്ളത് ഏതിലാണ്? നായയിലാണല്ലോ. തോണ്ടേക്ക് അദ്ദേഹത്തിന്റെ പരീക്ഷണങ്ങൾ നടത്തിയത് എന്തിലായിരുന്നു? പൂച്ചയിലായിരുന്നു. എന്നാൽ സ്കിന്നർ അദ്ദേഹത്തിന്റെ പരീക്ഷണങ്ങൾ നടത്തിയിരിക്കുന്നത് എലിയിലും പ്രാവിലുമായിട്ടാണ്. എലി, പ്രാവ് തുടങ്ങിയ ജീവികളെയാണ് അദ്ദേഹം തന്റെ പരീക്ഷണങ്ങൾക്കായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്. തോണ്ടേക്കിന്റെ 3 പ്രാഥമിക പഠന നിയമങ്ങളെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഏതൊക്കെയായിരുന്നു? സന്നദ്ധതാ നിയമം, ലോ ഓഫ് റെഡിനെസ്, ആവർത്തന നിയമം അഥവാ ലോ ഓഫ് എക്സസൈസ്. മൂന്നാമത്തേതായിരുന്നു ഫല നിയമം അല്ലെങ്കിൽ പരിണാമ നിയമം, ലോ ഓഫ് എഫക്ട്. തോണ്ടേക്കിന്റെ പഠന നിയമമായിട്ടുള്ള ലോ ഓഫ് എഫക്ട്, ഈ ഒരു ലോ ഓഫ് എഫക്റ്റിനെ കുറിച്ചാണ് സ്കിന്നർ പഠനം നടത്തിയിരിക്കുന്നത്. ഇദ്ദേഹം തന്റെ പരീക്ഷണങ്ങൾ നടത്താനായിട്ട് ഉപയോഗിച്ചിരിക്കുന്ന ഒരു ബോക്സ് ഉണ്ട്. ആ ഒരു ബോക്സിനെയാണ് സ്കിന്നർ ബോക്സ് എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് ആലോചിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. എന്താണ്? തോണ്ടേക്കും ഒരു ബോക്സിൽ തന്നെയായിരുന്നു പരീക്ഷണം നടത്തിയിട്ടുണ്ടായിരുന്നത്. ആ ബോക്സിലെ അദ്ദേഹത്തിന്റെ പരീക്ഷണങ്ങളെ നമ്മളൊരു പേരിൽ വിളിച്ചിരുന്നു, ക്യാറ്റ് ഇൻ ദ പസിൽ ബോക്സ്, അല്ലെ? പ്രശ്ന പേടകത്തിലെ പൂച്ച എന്നുള്ളത്. അപ്പൊ ഇവിടെ എന്താണ്? സ്കിന്നർ ബോക്സ് ആണ്. സ്കിന്നർ ബോക്സ് പരീക്ഷണങ്ങളിൽ അദ്ദേഹം ഉപയോഗിച്ചിട്ടുള്ളത് റാറ്റിനെയും അതേപോലെ തന്നെ പ്രാവിനെയുമായിരുന്നു. നമ്മൾ എപ്പോഴും പഠിക്കാറുള്ളത് റാറ്റിൽ നടത്തിയ പരീക്ഷണങ്ങളാണ്. അപ്പൊ ഈ ജീവികൾ പരസ്പരം മാറിപ്പോവരുത്. പാവ്ലോവിനെ നമുക്കറിയാം, അല്ലെ? പാവ്ലോവ് പട്ടി എന്ന് നമ്മൾ ഓർത്തു. തോണ്ടേക്ക് എന്തായിരുന്നു? അല്ലെ? മുള്ള് എന്ന രീതിയിൽ നമ്മൾ പൂച്ചയെ ഓർത്തിട്ടുണ്ടായിരുന്നു. സ്കിന്നർ എന്ന് പറയുന്നത് നമുക്ക് ഏതൊക്കെ തരത്തിൽ ഓർക്കാൻ പറ്റും? സ്കിൻ എന്ന് പറയുന്നത് തൊലിയാണല്ലോ. തൊലി എന്ന് പറയുന്നിടത്ത് തന്നെ ഒരു എലിയെ നമുക്ക് കാണാൻ പറ്റും. അതല്ലെങ്കിൽ നമുക്ക് സ്കിന്നർ, അല്ലെ? റാറ്റിലാണ്, ആറാണ്. അപ്പോൾ അവിടെയും നമുക്ക് റാറ്റ് എന്നുള്ളത് കാണാൻ പറ്റും. ഈ 2 രീതിയിലും നിങ്ങൾക്ക് ഇത് ആലോചിക്കാം. ഇതേപോലെ തന്നെ പ്രാവ് എന്ന് പറയുമ്പോൾ ഒരു റാ വരുന്നൊരു ഉച്ചാരണമല്ലേ? സ്കിന്നർ, റാറ്റ്, പ്രാവ്. അപ്പോൾ ആ ഒരു രീതിയിലും നമുക്ക് ഓർക്കാൻ പറ്റും. ഇനി എന്താണ് സ്കിന്നർ ബോക്സിന്റെ പ്രത്യേകതകൾ എന്ന് നമുക്ക് നോക്കാം. ഇവിടെ ഈ സ്കിന്നർ ബോക്സിനകത്ത് ഒരു ലിവർ നമുക്ക് കാണാൻ പറ്റും. അതേപോലെ തന്നെ അതിന് താഴെയായിട്ട് ഒരു ഫുഡ് ട്രേയും നമുക്ക് കാണാൻ പറ്റും. ഇനി ഈ ബോക്സിന് വെളിയിലായിട്ട് ഒരു കണ്ടെയ്നറിനകത്ത് ഫുഡ് പെല്ലറ്റ്സ് നിറച്ചിട്ടുണ്ട്. ഇവിടെ ഈ ഫുഡ് പെല്ലറ്റ്സും ഈ ഫുഡ് നിറച്ചിരിക്കുന്ന കണ്ടെയ്നറുകളും അതിനകത്തൊരു എലിയെ ഇട്ട് കഴിഞ്ഞാൽ അതിന് കാണാൻ പറ്റില്ല. പിന്നെ നമുക്ക് അവിടെ ഒരു വയർ മെഷുകൾ കാണാൻ പറ്റും, അല്ലെ? ഈ വയർ മെഷ് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇലക്ട്രിക് ഷോക്ക് നൽകുന്നതിന് വേണ്ടിയിട്ടാണ്. ഇലക്ട്രിക് ഷോക്ക് നൽകാനുള്ള വയർ മെഷും നമുക്ക് ഈ സ്കിന്നർ ബോക്സിനകത്ത് കാണാൻ പറ്റും. അടുത്തതായി നമുക്ക് കാണാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഗ്രീൻ ആൻഡ് റെഡ് സിഗ്നൽസ് എന്ന് പറയുന്നത്. ഇതിനൊക്കെ പുറമെ ആയിട്ട് ഈ സ്കിന്നർ ബോക്സിൽ ഒരു എലിയെ പിടിച്ചിടുകയാണെങ്കിൽ അതിന്റെ മൂവ്മെന്റ്സ് മനസ്സിലാക്കാനുള്ള റെക്കോർഡിംഗ് ഡിവൈസസും എന്ത് ചെയ്തിട്ടുണ്ട്? ഘടിപ്പിച്ചിട്ടുണ്ട്. ഇതാണ് സ്കിന്നർ ബോക്സിന്റെ അറേഞ്ച്മെന്റ്സ് എന്ന് പറയുന്നത്. അടുത്തതായി ഈ ഒരു അറേഞ്ച്മെന്റ്സ് ഉപയോഗിച്ചിട്ട് സ്കിന്നർ എങ്ങനെയാണ് തന്റെ പരീക്ഷണങ്ങൾ നടത്തിയതെന്ന് നമുക്ക് നോക്കാം. നമ്മൾ പറഞ്ഞതുപോലെ അദ്ദേഹത്തിന്റെ പരീക്ഷണ വസ്തു ആരായിരുന്നു? എലിയായിരുന്നു, അല്ലെ? അങ്ങനെ ഒരു എലി എന്ത് ചെയ്യാണ്? ഈ ബോക്സിനകത്ത് പിടിച്ചിടുകയാണ് അദ്ദേഹം ചെയ്യുന്നത്. സ്വാഭാവികമായിട്ടും ഇങ്ങനെ ഒരു ബോക്സിനകത്ത് പെട്ട എലി എന്ത് ചെയ്യും? അതിനകത്ത് വാണ്ടർ ചെയ്യും, അല്ലെ? അതിനകത്ത് ഓടി നടക്കും, അല്ലെങ്കിൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കാൻ തുടങ്ങും. അങ്ങനെ ഓടി നടക്കുന്നതിന്റെ ഇടയിൽ ആക്സിഡന്റലി എന്ത് ചെയ്യാണ് എലി?
ആ ഒരു ലിവറിൽ പോയിട്ട് പ്രസ് ചെയ്യാണ് ചെയ്യുന്നത്. അങ്ങനെ പ്രസ് ചെയ്തപ്പോഴാണ് ഫുഡ് ട്രേയിലേക്ക് ഫുഡ് വന്ന് വീഴുന്നത്. ആ ഫുഡ് എലി എന്ത് ചെയ്യുന്നു? കഴിക്കുന്നു. വീണ്ടും എലി എന്ത് ചെയ്യാണ്? തന്റെ മോഷൻസ് അല്ലെ തന്റെ മൂവ്മെന്റ്സ് കണ്ടിന്യൂ ചെയ്യാണ്. അങ്ങനെ വീണ്ടും എന്ത് ചെയ്യുന്നു? അറിയാതെ ലിവറിൽ തട്ടുന്നു. വീണ്ടും ഫുഡ് ട്രേയിലേക്ക് ഫുഡ് വന്ന് വീഴുന്നു. എലി അത് കഴിക്കുന്നു. അപ്പൊ ഇതിങ്ങനെ ആവർത്തിച്ചപ്പോൾ എലി മനസ്സിലാക്കിയാണ് ലിവർ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെന്ത് ലഭിക്കും? ഫുഡ് ലഭിക്കും എന്നുള്ളത് മനസ്സിലാക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോ ഇനി എന്താണ് ചെയ്യുന്നത്? ഈ ലിവർ പ്രസ് ചെയ്യുക എന്നുള്ള ആക്ഷൻ എന്ത് ചെയ്യുന്നു? കൂട്ടിക്കൊണ്ടുവരാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിന്റെ ഫ്രീക്വൻസി കൂടും. പണ്ട് ആക്സിഡന്റലി ലിവർ പ്രസ് ചെയ്തതായിരുന്നു, ഇപ്പൊ എന്താണ്? കോൺഷ്യസ് ആയിട്ട് ലിവർ പ്രസ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ട്? ഫുഡ് ലഭിക്കാൻ വേണ്ടിയിട്ട്. ഇനി അടുത്തതായിട്ട് അദ്ദേഹം വേറൊരു കാര്യം ഇവിടെ ചെയ്യുന്നുണ്ട്. ആ എലിക്ക് എന്താണ്? ഒരു ഇലക്ട്രിക് ഷോക്ക് നൽകാണ് ചെയ്യുന്നത്. നമ്മൾ പറഞ്ഞു ഇലക്ട്രിക് ഷോക്ക് നൽകാനുള്ള സംവിധാനങ്ങൾ അതിനകത്തുണ്ടെന്ന് അല്ലെ. അപ്പൊ ഇത്തരത്തിലൊരു ഇലക്ട്രിക് ഷോക്ക് എലിക്ക് നൽകുന്നു. എലി എന്താണ്? ഇറിറ്റേറ്റഡ് ആവാണ് ചെയ്യുന്നത്. അങ്ങനെ അസ്വസ്ഥനായിട്ടുള്ള എലി അതിനകത്ത് വീണ്ടും എന്ത് ചെയ്യാണ്? റാൻഡം ആയിട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ മൂവ് ചെയ്യുന്നതിന്റെ ഇടയിൽ വീണ്ടും എന്ത് ചെയ്യാണ്? നമ്മുടെ ആ ഒരു ലിവറിൽ പോയിട്ട് പ്രസ് ചെയ്യാണ് ചെയ്യുന്നത്. അങ്ങനെ ലിവറിൽ പ്രസ് ചെയ്യുമ്പോൾ ഇലക്ട്രിക് ഷോക്ക് ഇല്ലാതാവാണ് ചെയ്യുന്നത്. വീണ്ടും കുറച്ച് കഴിഞ്ഞിട്ട് അദ്ദേഹം ഇതേപോലെ ഇലക്ട്രിക് ഷോക്ക് നൽകും. ആക്സിഡന്റലി ലിവർ പ്രസ് ചെയ്യുന്നതിന് കാരണമാകുന്നു. ഇലക്ട്രിക് ഷോക്ക് നിലക്കുന്നു. അപ്പൊ ഇവിടെ നിന്ന് എലി എന്ത് പഠിക്കാണ്? ഇലക്ട്രിക് ഷോക്ക് എന്ന് പറയുന്ന അൺപ്ലസന്റ് ആയിട്ടുള്ള ഒരു എഫക്റ്റ് ഇല്ലാതാക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ലിവറിൽ പ്രസ് ചെയ്താൽ മതി. അതുകൊണ്ട് തന്നെ എപ്പോഴൊക്കെ ഇലക്ട്രിക് ഷോക്ക് എനിക്ക് കിട്ടുകയാണോ അപ്പോഴൊക്കെ എന്ത് ചെയ്യും? അത് ഓടിപ്പോയി ലിവർ പ്രസ് ചെയ്യാൻ നിൽക്കും. ഇത് കൂടാതെ അദ്ദേഹം മറ്റൊരു കാര്യം കൂടെ ചെയ്യുന്നുണ്ട്. എന്താണ്? ഇലക്ട്രിക് ഷോക്ക് നൽകുന്നതിന് മുമ്പായിട്ട് ഗ്രീൻ സിഗ്നൽ നൽകും. ഇങ്ങനെ ഗ്രീൻ സിഗ്നൽ നൽകുമ്പോൾ എലി അത് ഗ്രീൻ സിഗ്നൽ ഇലക്ട്രിക് ഷോക്കിനുള്ളതാണെന്ന് മനസ്സിലാക്കുന്നതിലൂടെ ഗ്രീൻ സിഗ്നൽ കാണുന്ന സമയത്ത് തന്നെ പോയിട്ട് ലിവറിൽ പ്രസ് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് അദ്ദേഹം എലിയിലെ സ്കിന്നർ ബോക്സ് ഉപയോഗിച്ച് നടത്തിയിട്ടുള്ള പരീക്ഷണം. ഇതേപോലെ മറ്റൊരു കാര്യം അദ്ദേഹം ചെയ്തു നോക്കിയത്, ലിവർ പ്രസ് ചെയ്യുന്ന സമയത്ത് അതിന് ഫുഡ് കിട്ടിക്കൊണ്ടിരുന്നു അല്ലെ. എന്നാൽ ലിവർ പ്രസ് ചെയ്ത് കഴിഞ്ഞാലും എല്ലായ്പ്പോഴും ഫുഡ് ലഭിക്കാത്ത ഒരു തരത്തിൽ എന്ത് ചെയ്യാണ് അദ്ദേഹം ഇവിടെ അറേഞ്ച്മെന്റ്സ് നടത്തുകയാണ്. അപ്പൊ എലി എന്ത് ചെയ്യാണ്? ഫുഡ് ലഭിക്കാൻ വേണ്ടി ലിവർ പ്രസ് ചെയ്യുന്നുണ്ടെങ്കിലും അവിടെ എന്ത് കിട്ടുന്നില്ല? ഫുഡ് ലഭിക്കുന്നില്ല. ഈ ഒരു ഫുഡ് നൽകാത്ത പ്രവർത്തനം കുറെ തവണ ആവർത്തിച്ചപ്പോൾ എലി മനസ്സിലാക്കുകയാണ് ലിവർ പ്രസ് ചെയ്ത് കഴിഞ്ഞാലും ഫുഡ് കിട്ടാൻ പോകുന്നില്ല. അപ്പൊ എന്ത് സംഭവിക്കുന്നു? എലിയുടെ ഭാഗത്ത് നിന്ന് ലിവർ പ്രസ് ചെയ്യാന്നുള്ള പ്രവർത്തനം കുറഞ്ഞു വരുന്നു. ഈ റെക്കോർഡിംഗ് ഡിവൈസസ് ഉപയോഗിച്ചിട്ട് നോട്ട് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ട്രാക്ക് ചെയ്തിട്ടുള്ള ഈ ഒരു കാര്യങ്ങളെല്ലാം ഉപയോഗിച്ചിട്ട് അദ്ദേഹം എന്ത് ചെയ്യാണ്? അദ്ദേഹത്തിന്റെ തിയറി രൂപീകരിക്കുകയാണ് ചെയ്യുന്നത്. ആ തിയറികൾ അറിയപ്പെടുന്ന പേരുകളാണ് ഓപ്പറന്റ് കണ്ടീഷനിങ് തിയറി ഓർ പ്രവർത്തനാനുബന്ധന സിദ്ധാന്തം, ആർ ടൈപ്പ് കണ്ടീഷനിങ്, ഇൻസ്ട്രുമെന്റൽ കണ്ടീഷനിങ്, റിവാർഡ് ലേണിംഗ് തിയറി. എന്തൊക്കെയാണ്? ഓപ്പറന്റ് കണ്ടീഷനിങ് തിയറി ഓർ പ്രവർത്തനാനുബന്ധന സിദ്ധാന്തം, ആർ ടൈപ്പ് കണ്ടീഷനിങ്, ഇൻസ്ട്രുമെന്റൽ കണ്ടീഷനിങ്, റിവാർഡ് ലേണിംഗ്. എന്തുകൊണ്ട് അദ്ദേഹത്തിന്റെ തിയറികൾ ഈ ഒരു പേരുകളിലെല്ലാം അറിയപ്പെടുന്നു എന്നുള്ളത് നമുക്ക് നോക്കാം. അദ്ദേഹം എന്തൊക്കെയാണ് അദ്ദേഹത്തിന്റെ തിയറിയിലൂടെ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പരീക്ഷണത്തിലൂടെ മനസ്സിലാക്കിയത്, എന്തൊക്കെ ആശയങ്ങളാണ് മുന്നോട്ട് വെച്ചതെന്ന് നമുക്ക് ഈ തിയറീസിന്റെ പേരുകൾ വന്ന വഴി നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും. ആദ്യം നമുക്ക് എങ്ങനെയാണ് ഓപ്പറന്റ് കണ്ടീഷനിങ് തിയറി എന്ന പേര് വന്നതെന്ന് നോക്കാം. ഓക്കെ, ഓപ്പറന്റ് കണ്ടീഷനിങ് തിയറി. ഇവിടെ ഓപ്പറന്റ് എന്താണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഓപ്പറന്റ് എന്താണെന്നുള്ളത് മനസ്സിലാക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് റെസ്പോൺസസ് അല്ലെങ്കിൽ പ്രതികരണങ്ങളെ കുറിച്ച് കൂടുതലായിട്ട് മനസ്സിലാക്കാം. റെസ്പോൺസ് അല്ലെങ്കിൽ പ്രതികരണം എന്നത് എന്താണെന്ന് നമുക്കറിയാം. ഈ റെസ്പോൺസുകൾ അല്ലെങ്കിൽ പ്രതികരണങ്ങളെ രണ്ട് തരം ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റും. അതിലൊന്നാണ് എലിസിറ്റഡ് റെസ്പോൺസസ്, രണ്ടാമത്തേതാണ് എമിറ്റഡ് റെസ്പോൺസസ്. അപ്പൊ എന്താണ് എലിസിറ്റഡ് റെസ്പോൺസസ് അല്ലെങ്കിൽ എമിറ്റഡ് റെസ്പോൺസസ് എന്ന് നമുക്ക് ഉദാഹരണങ്ങളിലൂടെ പഠിക്കാം. എലിസിറ്റഡ് റെസ്പോൺസസിന് നമുക്ക് പറയാൻ പറ്റുന്ന ഉദാഹരണമാണ്, നല്ല ബ്രൈറ്റ് ലൈറ്റ് ഒക്കെ വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു? കണ്ണ് ചിമ്മുന്നുണ്ടായിരിക്കും. അതേപോലെ തന്നെ നല്ല തണുപ്പുള്ള സമയങ്ങളിൽ നമ്മൾ എന്ത് കാണിക്കും? ഷിവറിങ് എന്നുള്ള ഒരു റെസ്പോൺസ് കാണിക്കും അല്ലെ. മറ്റൊരു ഉദാഹരണം എന്താണ്? നല്ല ചൂടുള്ള വസ്തുക്കളിലൊക്കെ നമ്മുടെ കൈ തട്ടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്? പെട്ടെന്ന് കൈ
വിഡ്രോ ചെയ്യും അല്ലെ. അതും നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്ന ഒരു റെസ്പോൺസ് ആണ്. വേറൊരു ഉദാഹരണമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്, നല്ല ഫുഡ് കാണുന്ന സമയത്ത് നമ്മുടെ വായിൽ എന്തുണ്ടായിരിക്കും, ഉമിനീർ ഉൽപാദനം കൂടും, അല്ലെങ്കിൽ സലൈവേഷൻ ഉണ്ടാകും. ഇതെല്ലാം എലിസിറ്റഡ് റെസ്പോൺസസിന് ഉദാഹരണം. ഇനി എമിറ്റഡ് റെസ്പോൺസസിനുള്ള ഉദാഹരണം കൂടെ നോക്കിയിട്ട് എന്താണ് ഇവ തമ്മിലുള്ള വ്യത്യാസം നമുക്ക് മനസ്സിലാക്കാം. എമിറ്റഡ് റെസ്പോൺസസിന് ഉദാഹരണമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന കാര്യം എന്തൊക്കെയാണ്? ഇപ്പൊ വഴിയിലൂടെ നടന്നു പോവുകയാണ്. ഇപ്പൊ വഴിയിൽ എന്തെങ്കിലും ഒരു തടസ്സം നമ്മൾ കാണുന്നു, നമ്മൾ ആ തടസ്സം എന്ത് ചെയ്യാണ്, എടുത്തു മാറ്റുകയാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ വീട്ടിലൊരാൾ വരുന്നു, നമ്മൾ എന്ത് ചെയ്യാണ്, പെട്ടെന്ന് എഴുന്നേറ്റിരിക്കുകയാണ്. വേറൊരു ഉദാഹരണം നമുക്ക് പറയാൻ പറ്റുകയാണെങ്കിൽ, നമ്മൾ റോഡ് ക്രോസ് ചെയ്യാൻ നിൽക്കുകയാണ്. അപ്പൊ ഒരാൾ എന്ത് ചെയ്യാണ്, കണ്ണ് കാണാത്ത ഒരാൾ അല്ലെ, ബ്ലൈൻഡ് ആയിട്ടുള്ള ഒരാൾ റോഡ് ക്രോസ് ചെയ്യാൻ അവിടെ നിൽക്കുന്നുണ്ട്. നമ്മൾ അയാളെ എന്ത് ചെയ്യുന്നു, റോഡ് ക്രോസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു. ഇതൊക്കെ എന്താണ്, നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്ന ഓരോ പ്രതികരണങ്ങളല്ലേ. ഈ ഒരു ഉദാഹരണങ്ങൾ നോക്കുമ്പോൾ തന്നെ എലിസിറ്റഡ് റെസ്പോൺസസും എമിറ്റഡ് റെസ്പോൺസസും തമ്മിലുള്ള വ്യത്യാസം നമുക്ക് ഓൾമോസ്റ്റ് മനസ്സിലായിട്ടുണ്ടാവും അല്ലെ. ഇവിടെ എന്താണ്, എലിസിറ്റഡ് റെസ്പോൺസസിൽ നമ്മുടെ കൺട്രോളിലാണോ നടക്കുന്നത്? വിറയൽ അല്ലെങ്കിൽ ഷിവറിംഗ് എന്ന് പറയുന്ന റെസ്പോൺസ് നമ്മുടെ കൺട്രോളിലുള്ള കാര്യമാണോ? അല്ല. എന്നാൽ അതേപോലെ തന്നെ നല്ല ഫുഡ് കാണുമ്പോൾ സലൈവേഷൻ ഉണ്ടാകുന്നത് നമ്മൾ വേണമെന്ന് വിചാരിച്ചിട്ടാണോ ഉമിനീർ ഉൽപ്പാദിപ്പിക്കുന്നത്? അല്ല. ഇനി ചൂടുള്ള ഒരു വസ്തുവിൽ തൊട്ട് കഴിഞ്ഞപ്പോൾ ഓക്കെ ചൂടുണ്ട്, കൈ പിൻവലിച്ചേക്കാം, അങ്ങനെ നമ്മൾ തിങ്ക് ചെയ്യാണോ? അല്ല. അതൊക്കെ എന്താണ്, ഓട്ടോമാറ്റിക്കലി അല്ലെങ്കിൽ ഇൻവോളണ്ടറി ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളല്ലേ, നമ്മുടെ കൺട്രോളിൽ അല്ലാതെ നടക്കുന്ന കാര്യങ്ങളാണ് അല്ലെ. ഇൻവോളണ്ടറി ആയിട്ട് നടക്കുന്ന കാര്യങ്ങളാണെന്ന് മാത്രമല്ല, ഇതിനൊക്കെ എന്താണ്, കറക്റ്റ് ഒരു സ്റ്റിമുലസ് ഉണ്ടായിരുന്നു. ഷിവറിംഗ് എന്ന് പറയുമ്പോൾ കോൾഡ് കണ്ടീഷൻ അല്ലെങ്കിൽ തണുപ്പെന്ന് പറയുന്ന ഒരു സ്റ്റിമുലസ് ഉള്ളപ്പോഴാണ് ഷിവറിംഗ് ഉണ്ടാകുന്നത്. അതേപോലെ കൈ പിൻവലിക്കുന്നത് എപ്പോഴാണ്, ഹോട്ട് എന്ന് പറയുന്ന ഒരു സ്റ്റിമുലസ് നമുക്ക് കിട്ടുമ്പോഴാണ് നമ്മൾ പെട്ടെന്ന് കൈ പിൻവലിക്കുന്നത്. നല്ല ടേസ്റ്റുള്ള ഒരു ഫുഡ് കാണുമ്പോഴാണ് ആ ഒരു സലൈവേഷൻ ഉണ്ടായത്. അപ്പോൾ ഫുഡ് എന്ന് പറയുന്നത് ഇവിടെ നമുക്കൊരു സ്റ്റിമുലസ് ആണ്. അപ്പോൾ ഈ ഓരോ റെസ്പോൺസുകളും ഒരു സ്റ്റിമുലസിനെ അസോസിയേറ്റ് ചെയ്തിട്ട് ഉണ്ടാകുന്നതാണ് അല്ലെ. സ്റ്റിമുലസുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് കിടക്കുകയാണ്. അതെന്തല്ല, നമ്മുടെ കൺട്രോളിലുള്ളതല്ല, അത് ഇൻവോളണ്ടറി ആണ്. അപ്പൊ ഇത്തരം റെസ്പോൺസുകളെ എലിസിറ്റഡ് റെസ്പോൺസസ് എന്നാണ് പറയുന്നത്. അതായത് ഇൻവോളണ്ടറി ആയിട്ട് നടക്കുന്നതും ഒരു സ്റ്റിമുലസുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് കാണുന്നതുമായിട്ടുള്ള റെസ്പോൺസുകളെയാണ് എലിസിറ്റഡ് റെസ്പോൺസസ് എന്ന് പറയുന്നത്. അവയെ റെസ്പോണ്ടൻസ് എന്നും പറയുന്നുണ്ടായിരിക്കും. ഓക്കെ, റെസ്പോണ്ടൻസ്. എന്നാൽ ഈ റെസ്പോൺസോ, വഴിയരികിൽ റോഡ് ക്രോസ് ചെയ്യാൻ നിൽക്കുന്ന ഒരാളെ നമ്മൾ സഹായിക്കുന്നു, വഴിയരികിൽ നിന്ന് എന്തെങ്കിലും സാധനങ്ങൾ എടുത്ത് മാറ്റുന്നത്, വീട്ടിൽ വന്നിരിക്കുന്ന ഒരാളെ എഴുന്നേറ്റ് നിന്ന് ബഹുമാനിക്കുന്നത്, ഇതൊക്കെ എന്താണ്, ഈ ഒരു റെസ്പോൺസുകളൊക്കെ എന്താണ്, നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന പലതരം ആക്ഷൻസ് ആയിട്ട് പറഞ്ഞൂടെ നമുക്ക് അല്ലെ. വഴിയരികിലുള്ള ഒരാളെ സഹായിക്കണോ വേണ്ടിയോ എന്നുള്ളത് നമുക്ക് തീരുമാനിക്കാം. അല്ലെങ്കിൽ വീട്ടിലൊരാൾ വന്നപ്പോൾ എഴുന്നേറ്റ് നിൽക്കണോ വേണ്ടിയോ എന്നുള്ളത് നമ്മൾ തീരുമാനിക്കുന്നതാണ്. അല്ലാതെ എന്തല്ല, ഒരു റിഫ്ലെക്സ് പ്രവർത്തനം പോലെ നടക്കുന്നതല്ല, നമ്മുടെ കൺട്രോളിലുള്ളതാണ് അല്ലെ. വോളണ്ടറി ആയിട്ട് അല്ലെങ്കിൽ ഐച്ഛികമായിട്ട് എന്ന് പറയുന്നുണ്ടായിരിക്കും. ഐച്ഛികം, നമ്മുടെ ഇച്ഛയ്ക്കനുസരിച്ച് നടക്കുന്ന ഒരു റെസ്പോൺസ് ആണ് അല്ലെ. ഇത്തരത്തിൽ നമ്മൾ സാധാരണയായിട്ട് ചെയ്യുന്ന ആക്ഷൻസ് അല്ലെങ്കിൽ പ്രവർത്തനങ്ങളെ നമ്മൾക്ക് എമിറ്റഡ് റെസ്പോൺസസ് എന്ന് പറയാം. അതെന്തല്ല, ഇൻവോളണ്ടറി അല്ല, വോളണ്ടറി ആയിട്ടുള്ളതാണ്, നമ്മുടെ കൺട്രോളിലുള്ളതാണ്. പെർട്ടിക്കുലർ ഒരു സ്റ്റിമുലസുമായിട്ട് എപ്പോഴും അസോസിയേറ്റ് ചെയ്ത് നിൽക്കുന്ന തരം റെസ്പോൺസുകളും ആയിരിക്കില്ല. ഓക്കെ, ഒരാള് വരിക എന്നുള്ളൊരു സ്റ്റിമുലസിന് നമ്മൾ വേണമെന്ന് വെച്ചപ്പോൾ നമ്മൾ എഴുന്നേറ്റ് നിന്നു. എപ്പോഴും ഒരാൾ വരുമ്പോൾ നമ്മൾ എഴുന്നേറ്റ് നിൽക്കണം എന്നുള്ളതില്ല. എലിസിറ്റഡ് റെസ്പോൺസിനെ നമ്മൾ റെസ്പോണ്ടൻസ് എന്ന് വിളിച്ചതുപോലെ എമിറ്റഡ് റെസ്പോൺസസിനെ നമ്മൾ വിളിക്കുന്നതാണ് ഓപ്പറൻസ് എന്നുള്ളത്. അപ്പൊ എന്തുകൊണ്ടാണ് സ്കിന്നറിന്റെ തിയറിയെ ഓപ്പറന്റ് കണ്ടീഷനിങ് തിയറി എന്ന് വിളിക്കുന്നത് എന്ന് മനസ്സിലായോ? അതായത് സ്കിന്നർ അദ്ദേഹത്തിന്റെ പരീക്ഷണങ്ങളിൽ എമിറ്റഡ് റെസ്പോൺസസിനെ അല്ലെങ്കിൽ ഓപ്പറൻസിനെയാണ് എന്ത് ചെയ്തിരിക്കുന്നത്, സെലക്ട് ചെയ്തിരിക്കുന്നത്. റാറ്റിന്റെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുള്ള ഒരു ആക്ഷൻ ആയിരുന്നു എന്ത് എന്ന് പറയുന്നത്, ആ ലിവറിൽ പ്രസ് ചെയ്യുക എന്നുള്ളത്. ആ ഒരു ആക്ഷന് ഫുഡ് എന്ന് പറയുന്ന ഒരു സ്റ്റിമുലസ് പിന്നീട് കിട്ടിയപ്പോഴാണ് ആ ഒരു ആക്ഷൻ എപ്പോഴും തുടർന്നുകൊണ്ടിരുന്നതും ആ ഒരു റെസ്പോൺസ്, ആ ഒരു ആക്ഷൻ അഥവാ റെസ്പോൺസും ഫുഡ് എന്ന് പറയുന്ന ഒരു സ്റ്റിമുലസും തമ്മിലൊരു കണക്ഷൻ ഉണ്ടാകുന്നത്. എന്നാൽ പാവ്ലോവിന്റെ തിയറിയിൽ എന്തായിരുന്നു, ഫുഡ് എന്ന് പറയുന്ന ഒരു സ്റ്റിമുലസിന് എപ്പോഴും കാണിക്കുന്ന റെസ്പോൺസ് ആണ് സലൈവേഷൻ എന്ന് പറയുന്നത് അല്ലെ. അവിടെ എന്തല്ല,
കണ്ടീഷൻഡ് ചെയ്തിട്ട് വന്നൊരു റെസ്പോൺസ് ആയിരുന്നില്ല ഫുഡ് കാണിക്കുമ്പോൾ സലൈവേഷൻ എന്ന് പറയുന്നത്. ഓട്ടോമാറ്റിക്കലി എപ്പോഴും ഫുഡ് കാണുമ്പോൾ സംഭവിക്കുന്ന ഒരു റെസ്പോൺസ് ആയിരുന്നു സലൈവേഷൻ, അല്ലെ? പാവ്ലോവിന്റെ തിയറി നമ്മൾ എന്താ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? എസ് ടൈപ്പ് കണ്ടീഷനിങ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അല്ലെ? അവിടെ എന്താണ്, ഒരു സ്റ്റിമുലസ് ഉണ്ടായിരുന്നു. ആ സ്റ്റിമുലസിനോട് എന്ത് ചെയ്യാണ്, ഒരു റെസ്പോൺസ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്, അല്ലെ? ബെൽ എന്ന് പറയുന്ന ഒരു സ്റ്റിമുലസിനോട് സലൈവേഷൻ എന്ന് പറയുന്ന മുൻപ് ഉണ്ടാവാതിരുന്ന ഒരു റെസ്പോൺസിനെ നമ്മൾ കണ്ടീഷൻ ചെയ്തെടുത്തുകൊണ്ടാണ് അവിടെ എസ് ടൈപ്പ് കണ്ടീഷനിങ്, അല്ലെങ്കിൽ സ്റ്റിമുലസിനെയാണ് അവിടെ കണ്ടീഷനിങ് നടത്തിക്കൊണ്ടിരുന്നത്. എന്നാൽ ഇവിടെ എന്താണ്, റെസ്പോൺസിനെയാണ് കണ്ടീഷൻ ചെയ്യുന്നത്, അല്ലെ? ഒരു റെസ്പോൺസ് ഉണ്ടാകുന്നു, ആ റെസ്പോൺസ് കണ്ടീഷൻ ചെയ്തിട്ടാണ് പിന്നീട് എന്ത് ചെയ്യുന്നത്, ഒരു സ്റ്റിമുലസിനോടുകൂടെ അസോസിയേറ്റ് ചെയ്യിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു തിയറിയെ ആർ ടൈപ്പ് കണ്ടീഷനിങ് എന്നും പറയുന്നുണ്ടായിരിക്കും. അതേപോലെ തന്നെ ഫുഡ് എന്ന് പറയുന്ന ഒരു റിവാർഡ് നൽകുന്നതിലൂടെയാണ് ഇവിടെ പഠനം നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെ റിവാർഡ് ലേണിംഗ് എന്നും പറയുന്നുണ്ടായിരിക്കും. ലിവറിൽ പ്രസ് ചെയ്യുക എന്ന് പറയുന്ന ഒരു റെസ്പോൺസ് ആണ് ഇവിടെ റിവാർഡ് നൽകുന്നതിന് കാരണമാകുന്നത്, അല്ലെ? അപ്പോൾ ആ ഒരു റെസ്പോൺസ് ഉണ്ടാകുമ്പോൾ മാത്രമാണ് ആ റിവാർഡ് നൽകുന്നത്. അല്ലാതെ എന്തല്ല, ആദ്യം റിവാർഡ്, ഫുഡ് എന്ന് പറഞ്ഞ റിവാർഡ് നൽകിയിട്ട് ആ റെസ്പോൺസ് ഉണ്ടാക്കുകയല്ല ചെയ്യുന്നത്. ഒരു റെസ്പോൺസ് ഉണ്ടാക്കുന്നു, അതിനൊരു റിവാർഡ് കൊടുക്കുന്നു, പിന്നീട് ആ റെസ്പോൺസ് എന്താണ്, ഹാബിച്വൽ ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്, അല്ലെ? അതായത് ഇവിടെ ഈ ഒരു റെസ്പോൺസ് ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു റിവാർഡ് കൊടുക്കുന്നുള്ളൂ, അല്ലെങ്കിൽ ഈ ഒരു കണ്ടീഷനിങ് നടക്കുന്നുള്ളൂ, അല്ലെ? അപ്പൊ ഈ റെസ്പോൺസ് ഇൻസ്ട്രുമെന്റൽ ആണ്. ഈ ഒരു കണ്ടീഷനിങ്ങിൽ അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരു കാര്യമാണ് റെസ്പോൺസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന് ഇൻസ്ട്രുമെന്റൽ കണ്ടീഷനിങ് എന്നും പറയുന്നുണ്ടായിരിക്കും. ഓക്കെ, ഓപ്പറന്റ് കണ്ടീഷനിങ്, പ്രവർത്തനാനുബന്ധന സിദ്ധാന്തം. നമുക്കറിയാം ഓപ്പറന്റ് എന്ന് പറയുന്ന ഒരു ആക്ഷൻ ആണ്, അല്ലെ? അപ്പൊ അത് പ്രവർത്തനമാണ്. അപ്പൊ അതിനെയാണ് ഇവിടെ അനുബന്ധനം ചെയ്യുന്നത്. അല്ലെങ്കിൽ ആർ ടൈപ്പ് കണ്ടീഷനിങ്, ഇൻസ്ട്രുമെന്റൽ കണ്ടീഷനിങ്, റിവാർഡ് ലേണിംഗ് തിയറി. ഈ പേരുകളിലൊക്കെ സ്കിന്നറിന്റെ തിയറി അറിയപ്പെടുന്നുണ്ട്. സ്കിന്നർ അദ്ദേഹത്തിന്റെ തിയറിയിലൂടെ മുന്നോട്ട് വെച്ചിട്ടുള്ള ഒരു പ്രധാന ആശയമാണ് റീഇൻഫോഴ്സർ അല്ലെങ്കിൽ പ്രബലകം എന്ന് പറയുന്നത്. എന്താണെന്ന് നമുക്ക് നോക്കാം. ഇവിടെ സ്കിന്നറിന്റെ പരീക്ഷണത്തിൽ ലിവർ പ്രസ് ചെയ്യുക എന്നുള്ളത് എന്താണ്, ഒരു റെസ്പോൺസ് ആയിരുന്നു, അല്ലെ? ഈ ഒരു റെസ്പോൺസ് ആവർത്തിക്കുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹം ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് ഫുഡ് നൽകുക എന്നുള്ളത്, അല്ലെ? ഫുഡ് നൽകി. രണ്ടാമതായിട്ട് ചെയ്ത കാര്യമായിരുന്നു ഇലക്ട്രിക് ഷോക്ക് നൽകുക എന്നുള്ളത്, അല്ലെ? അപ്പൊ ആ ഇലക്ട്രിക് ഷോക്ക് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് എലി എന്ത് ചെയ്യാണ്, ലിവർ പ്രസ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ ഒന്ന് ഫുഡ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നു, രണ്ടാമത്തത് എന്താണ്, ഒരു അൺപ്ലസന്റ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആയിരുന്നു ഇലക്ട്രിക് ഷോക്ക് ലഭിക്കുക എന്ന് പറയുന്നത്. ആ ഒരു അൺപ്ലസന്റ് സിറ്റുവേഷൻ അവിടെ ഒഴിവാക്കി കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. എന്തെങ്കിലും ഒരു കാര്യം കൂട്ടിച്ചേർക്കുന്നതിലൂടെ അല്ലെങ്കിൽ ഒഴിവാക്കുന്നതിലൂടെ ഏതെങ്കിലും ഒരു പ്രവർത്തനം അല്ലെങ്കിൽ പ്രതികരണം ഉണ്ടാകാനുള്ള സാധ്യത ശക്തിപ്പെടുത്തുന്ന ചോദകങ്ങളെ എന്ത് പ്രബലകം അല്ലെങ്കിൽ റീഇൻഫോഴ്സർ എന്ന് പറയുന്നു, അല്ലെ? ഇവിടെ ഫുഡ് എന്ന് പറയുന്ന ഒരു ചോദകം ഉണ്ടായിരുന്നു, അത് ആഡ് ചെയ്യുന്നതിലൂടെ അല്ലെങ്കിൽ കൂട്ടിച്ചേർക്കുന്നതിലൂടെ ലിവർ പ്രസ് ചെയ്യുക എന്ന് പറയുന്ന ഒരു റെസ്പോൺസ് അല്ലെങ്കിൽ പ്രതികരണം കൂടുതലായിട്ടുണ്ടായി. അല്ലെങ്കിൽ ഇലക്ട്രിക് ഷോക്ക് എന്ന് പറയുന്ന ഒരു അൺവാണ്ടഡ് ആയിട്ടുള്ള ഒരു അൺപ്ലസന്റ് സിറ്റുവേഷനെ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് ലിവർ പ്രസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇലക്ട്രിക് ഷോക്ക് എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ ഇവിടെ ഒഴിവാക്കുന്നു, ഫുഡ് എന്ന് പറയുന്ന ഒരു സ്റ്റിമുലസിനെ ഇവിടെ ആഡ് ചെയ്യുന്നു, അല്ലെ? ഈ രണ്ട് പ്രവർത്തനങ്ങളിലൂടെയും എന്താണ്, ലിവർ പ്രസ് ചെയ്യുക എന്ന് പറയുന്ന പ്രതികരണം എലി കൂടുതലായിട്ട് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ ഇത്തരം ചോദകങ്ങളെ പ്രബലകം അല്ലെങ്കിൽ റീഇൻഫോഴ്സേഴ്സ് എന്നാണ് പറയുന്നുണ്ടായിരിക്കുക. ഒന്നുകൂടെ ഓർക്കുക, ഏതെങ്കിലും ഒരു പ്രവർത്തനത്തെ അല്ലെങ്കിൽ ഒരു പ്രതികരണത്തിന്റെ തോത് കൂട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ആഡ് ചെയ്യുകയോ റിമൂവ് ചെയ്യുകയോ ചെയ്യുന്ന സ്റ്റിമുലസുകളെയാണ് നമ്മൾ പ്രബലകം അല്ലെങ്കിൽ റീഇൻഫോഴ്സേഴ്സ് എന്ന് പറയുന്നത്. ഇത്തരത്തിൽ റീഇൻഫോഴ്സേഴ്സ് ആഡ് ചെയ്യുകയോ അല്ലെങ്കിൽ നീക്കം ചെയ്യുകയോ ചെയ്യുന്ന പ്രവർത്തനത്തെ പ്രബലനം അഥവാ റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറയുന്നുണ്ടായിരുന്നു. നേരത്തെ പ്രബലകമായിരുന്നു കേട്ടോ, റീഇൻഫോഴ്സർ എന്ന് പറയുന്നത് പ്രബലകമാണ്, ഇത് പ്രബലനമാണ്. ഓക്കെ, ആ ഒരു പ്രോസസ് ആണ് പ്രബലനം എന്ന് പറയുന്നത്, ആ ഒരു സ്റ്റിമുലസ് ആണ് പ്രബലകം എന്ന് പറയുന്നത്. മാറിപ്പോവാൻ പാടില്ല. ഓക്കെ, റീഇൻഫോഴ്സേഴ്സും റീഇൻഫോഴ്സ്മെന്റും. പ്രബലനം അല്ലെങ്കിൽ റീഇൻഫോഴ്സ്മെന്റ് രണ്ട് തരത്തിലുണ്ട്. ഒന്നാണ് പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ്,
രണ്ടാമത്തേതാണ് നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റ്. ഇവിടെ ഫുഡ് എന്ന് പറയുന്ന ഒരു സ്റ്റിമുലസ് എന്ത് ചെയ്യാണ് ചെയ്യുന്നത്? ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അല്ലെ. ഈ ഫുഡ് എന്ന് പറയുന്ന സ്റ്റിമുലസ് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു സ്റ്റിമുലസ് അല്ലേ? എലിയെ സംബന്ധിച്ചിടത്തോളം എലിക്ക് ഇഷ്ടമുള്ള ഒരു കാര്യമാണ് ഫുഡ് കിട്ടുക എന്നുള്ളത് അല്ലെ. അപ്പൊ ഇവിടെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു സ്റ്റിമുലസിനെ ആഡ് ചെയ്ത് കൊടുക്കുന്നു അല്ലെ. അത്തരത്തിലുള്ള റീഇൻഫോഴ്സ്മെന്റുകളെ അല്ലെങ്കിൽ പ്രബലനത്തെയാണ് പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് അഥവാ ധനപ്രബലനം എന്ന് പറയുന്നത്. അപ്പൊ ആലോചിക്കുക, ധനം എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും സന്തോഷമുള്ള കാര്യമല്ലേ. അപ്പൊ സന്തോഷമായിട്ടുള്ളത് അല്ലെങ്കിൽ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം നമ്മൾ ആഡ് ചെയ്യുകയാണെങ്കിൽ പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറയും. ഇനി നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് അഥവാ ഋണപ്രബലനം എന്താണെന്ന് നമുക്ക് നോക്കാം. നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റിൽ എന്താണ്? അൺപ്ലസന്റ് അല്ലെങ്കിൽ നെഗറ്റീവ് ആയിട്ടുള്ള ഒരു സ്റ്റിമുലസിനെ നമ്മൾ റിമൂവ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ കണ്ടു ഇലക്ട്രിക് ഷോക്ക് നൽകിയപ്പോൾ എന്താണ്? അവിടെ ഒരു അൺപ്ലസന്റ് സിറ്റുവേഷൻ ആണ് ഉണ്ടായത് അല്ലെ. എലിയെ സംബന്ധിച്ചിടത്തോളം ഇലക്ട്രിക് ഷോക്ക് എന്താണ്? ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമായിരുന്നു. ആ ഒരു അൺപ്ലസന്റ് സ്റ്റിമുലസിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എലി എന്ത് ചെയ്യുന്നത്? ലിവർ പ്രസ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ ലിവർ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അൺപ്ലസന്റ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഒഴിവായി കിട്ടുമെന്നുള്ളത് എലി മനസ്സിലാക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇത്തരത്തിൽ അൺപ്ലസന്റ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനെ റിമൂവ് ചെയ്യുന്നതിലൂടെ ഏതെങ്കിലും ഒരു പ്രവർത്തനം നടക്കുന്നതിനുള്ള സാധ്യത കൂടുകയാണ് ചെയ്യുന്നത് അല്ലെ. ഇതിനെയാണ് നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് അല്ലെങ്കിൽ ഋണപ്രബലനം എന്ന് പറയുന്നത്. ഇതിന് രണ്ടിനും നമുക്ക് ക്ലാസ് റൂം എക്സാമ്പിൾസ് നോക്കാം. അതായത് ഒരു ക്ലാസ്സിൽ എന്ത് ചെയ്യാണ്? ടീച്ചർ ഹോംവർക്ക് കൊടുത്തപ്പോൾ പകുതി കുട്ടികൾ ഹോംവർക്ക് ചെയ്തു വന്നു, ബാക്കി കുറച്ചുപേർ എന്ത് ചെയ്യുന്നില്ല, ഹോംവർക്ക് ചെയ്യാതെയും വന്നു. ഇത്തരത്തിലൊരു റെസ്പോൺസ് അവരുടെ ഭാഗത്തു നിന്നുണ്ടായപ്പോൾ ടീച്ചർ ചെയ്യുന്ന കാര്യം എന്താണ്? ഹോംവർക്ക് ചെയ്തു വന്ന കുട്ടികളെ എല്ലാം ഫ്രീ പീരീഡ് കിട്ടിയപ്പോൾ കളിക്കാൻ വിടുന്നു. ഹോംവർക്ക് ചെയ്യാത്ത ആളുകൾ എന്ത് ചെയ്യുന്നു? ക്ലാസ്സിൽ തന്നെ ഇരുത്തുകയാണ് ചെയ്യുന്നത്. ഇവിടെ എന്താണ്? പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമല്ലേ ഗ്രൗണ്ടിലേക്ക് കളിക്കാൻ വിടുക എന്നുള്ളത് അല്ലെ. അപ്പോൾ ഹോംവർക്ക് ചെയ്ത ആളുകളെ കളിക്കാൻ വിടുമ്പോൾ അവിടെ എന്താണ്? പോസിറ്റീവ് ആയിട്ടുള്ള ഒരു സ്റ്റിമുലസിനെ ആഡ് ചെയ്ത് കൊടുക്കുകയല്ലേ ചെയ്യുന്നത് ആണ്. അപ്പൊ അത്തരം റീഇൻഫോഴ്സ്മെന്റിനെയാണ് പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ടീച്ചർ മറ്റൊരു തരത്തിലാണ് അവരോട് പറയുന്നതെന്ന് വിചാരിക്കാം. അതായത് ടീച്ചർ പറയാണ്, ഹോംവർക്ക് ചെയ്ത ആളുകളൊന്നും എന്ത് ചെയ്യണ്ട, ഈ വീക്ക് ക്ലാസ് ക്ലീൻ ചെയ്യണ്ട, ഹോംവർക്ക് ചെയ്യാത്ത ആളുകൾ ചെയ്താൽ മതി എന്ന് പറയാണ്. അവിടെ എന്താ സംഭവിക്കുന്നത്? അപ്പോൾ ഹോംവർക്ക് ചെയ്തവര് ക്ലാസ് ക്ലീൻ ചെയ്യണ്ട എന്ന് പറയുമ്പോൾ അൺപ്ലസന്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ത് ചെയ്യാണ്? ടീച്ചർ റിമൂവ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അല്ലെ. അപ്പോൾ ഇത്തരത്തിൽ നെഗറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യത്തെ ഒഴിവാക്കി കൊടുക്കുമ്പോൾ നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റ്, പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യത്തെ ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ അത് പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ്. ഈ രണ്ട് പ്രവർത്തനങ്ങളും പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് അല്ലെങ്കിൽ ധനപ്രബലനവും നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് അല്ലെങ്കിൽ ഋണപ്രബലനവും എന്ത് ചെയ്യാണ്? ഏതെങ്കിലും ഒരു റെസ്പോൺസ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രതികരണത്തിനെ ശക്തിപ്പെടുത്തുകയാണ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ നെക്സ്റ്റ് തവണ മുതൽ എന്ത് ചെയ്യും? കുട്ടികൾ ഒരു പീരീഡ് കളിക്കാൻ വിടുമെന്ന് കണ്ടിട്ട് എന്ത് ചെയ്യും? ഹോംവർക്ക് ചെയ്ത് വരാൻ തുടങ്ങും അല്ലെ. ചെയ്യാത്തവരും ചെയ്തു വരും, ചെയ്തവരെന്ത് ചെയ്യും? അത് തുടർന്ന് കൊണ്ടുപോകും. ഹോംവർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ക്ലാസ് ക്ലീൻ ചെയ്യുന്നതിൽ നിന്ന് ഒഴിവായി കിട്ടുമെന്ന് കണ്ടിട്ട് എന്ത് ചെയ്യാണ്? അടുത്ത ദിവസം മുതൽ കുട്ടികൾ ഹോംവർക്ക് ചെയ്തു വരാൻ തുടങ്ങും. അപ്പൊ ആ ഒരു ഹോംവർക്ക് ചെയ്യുക എന്നുള്ള ഒരു റെസ്പോൺസ് അല്ലെങ്കിൽ ഒരു ആക്ഷൻ എന്ത് ചെയ്യാണ്? ബലപ്പെടുകയാണ് ചെയ്യുന്നത് അല്ലെ, സ്ട്രെങ്തൺ ചെയ്യാണ് ചെയ്യുന്നുണ്ടായിരിക്കാം. ഇതാണ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റിൽ പറയാനുള്ളത്. അപ്പൊ ആലോചിക്കുക, റീഇൻഫോഴ്സേഴ്സ് അല്ലെങ്കിൽ പ്രബലകം എന്താണെന്നും റീഇൻഫോഴ്സ്മെന്റ് അല്ലെങ്കിൽ പ്രബലനം എന്താണെന്നും ആലോചിക്കുക. എന്നിട്ട് എന്താണ് പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ്, എന്താണ് നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റ്, ഉദാഹരണങ്ങളും ആലോചിച്ച് വെക്കുക. അടുത്തതായി സ്കിന്നർ മുന്നോട്ട് വെച്ച മറ്റൊരു ആശയമാണ് പണിഷ്മെന്റ് അഥവാ ശിക്ഷ എന്ന് പറയുന്നത്. പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് ഉണ്ട് എന്ന് പറഞ്ഞതുപോലെ തന്നെ പണിഷ്മെന്റും പോസിറ്റീവ് പണിഷ്മെന്റും നെഗറ്റീവ് പണിഷ്മെന്റും ഉണ്ട്. ഓക്കെ, പോസിറ്റീവ് പണിഷ്മെന്റ് അല്ലെങ്കിൽ പോസിറ്റീവ് ശിക്ഷ എന്നും നെഗറ്റീവ് പണിഷ്മെന്റ് അല്ലെങ്കിൽ നെഗറ്റീവ് ശിക്ഷ എന്നും നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം ആഡ് ചെയ്യുന്നു അല്ലെ. അപ്പൊ ഇവിടെയും ആഡ് തന്നെയാണ് ചെയ്യുന്നത്. എന്താണ് ആഡ് ചെയ്യുന്നത്? അൺപ്ലസന്റ് ആയിട്ടുള്ള ഒരു കാര്യത്തെ ആഡ് ചെയ്ത് കൊടുക്കുന്നു. ഓക്കെ, ഫോർ എക്സാമ്പിൾ ടീച്ചർ എന്ത് ചെയ്യാണ്? ഹോംവർക്ക് ചെയ്യാതെ വന്ന കുട്ടികളെ ചീത്ത പറയാണ് അല്ലെങ്കിൽ അടിക്കുകയാണ് ചെയ്യുന്നതെങ്കിൽ അവിടെ എന്താണ്? അൺപ്ലസന്റ് ആയിട്ടുള്ള ഒരു കാര്യം കുട്ടികളുടെ മേൽ എന്താണ്? ആഡ് ചെയ്ത് കൊടുക്കുക ചെയ്യുന്നത് അല്ലെ.
ഇനി നെഗറ്റീവ് പണിഷ്മെന്റ് ആണെങ്കിൽ എന്താണ്? അവിടെ നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റിൽ പറഞ്ഞതുപോലെ തന്നെ റിമൂവ് ചെയ്യാണ് ചെയ്യുന്നത്. എന്തിനെയാണ് റിമൂവ് ചെയ്യുന്നത്? അൺപ്ലസന്റിനെ അല്ല റിമൂവ് ചെയ്യുന്നത്, പ്ലസന്റ് ആയിട്ടുള്ള ഒരു കാര്യം അല്ലെ. ഒരാളെ പണിഷ് ചെയ്യുമ്പോൾ അയാൾക്ക് അൺപ്ലസന്റ് ആയിട്ടുള്ള ഒരു കാര്യത്തെ നമ്മൾ റിമൂവ് ചെയ്ത് കൊടുത്താൽ അത് പണിഷ്മെന്റ് ആവുമോ? ഇല്ല, അവർക്ക് പ്ലസന്റ് ആയിട്ടുള്ള ഒരു കാര്യം നമ്മൾ റിമൂവ് ചെയ്യാണ്. ഇവിടെ ടീച്ചർ കുട്ടികളെ ചീത്ത പറയാണ് ചെയ്തെങ്കിൽ ഇവിടെ ടീച്ചർ എന്ത് ചെയ്യാണ്? ഹോംവർക്ക് ചെയ്യാതെ വന്നപ്പോൾ കുട്ടികൾക്ക് ഇഷ്ടമുള്ള ഒരു കാര്യമായിരുന്നു PT പീരീഡ് എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ഹോംവർക്ക് ചെയ്യാത്ത ആളുകളെ PT പീരീഡ് എന്താണ്? ക്ലാസ്സിൽ നിന്ന് പുറത്തു പോകാൻ സമ്മതിക്കാതിരിക്കുക. അപ്പൊ പ്ലസന്റ് ആയിട്ടുള്ള ഒരു കാര്യം അവിടെ അവർക്ക് റിമൂവ് ചെയ്യപ്പെട്ടു അല്ലെ. നമ്മൾ ഈ ഒരു ചിത്രത്തിൽ കാണാം, എന്താണ്? ഫോണ് പിടിച്ച് വാങ്ങാണ് ചെയ്യുന്നത്. കുട്ടി എന്തെങ്കിലും പറയുന്ന ഒരു കാര്യം അനുസരിക്കാതെ വരുമ്പോൾ കുട്ടിയുടെ അടുത്ത് നിന്ന് ഫോണ് പിടിച്ചു വലിച്ച് വാങ്ങിച്ചു കൊണ്ടുപോവാണ് ചെയ്യുന്നത്. അവിടെ എന്താണ്? ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം പ്ലസന്റ് ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു ആ ഫോണിൽ കളിക്കുക എന്ന് പറയുന്നത്. അത് എന്താണ്? എന്തെങ്കിലും ഒരു കാര്യം പറയുന്നത് അനുസരിക്കാതെ വന്നപ്പോൾ തിരിച്ചു വാങ്ങിക്കുമ്പോൾ എന്താണ്? അവിടെ പ്ലസന്റ് ആയിട്ടുള്ള ഒരു കാര്യം റിമൂവ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. ഇപ്പൊ പണിഷ്മെന്റ് അല്ലെങ്കിൽ ശിക്ഷ എന്ന് പറയുന്നത് പോസിറ്റീവ് പണിഷ്മെന്റും നെഗറ്റീവ് പണിഷ്മെന്റും ഉണ്ട്. അൺപ്ലസന്റ് ആയിട്ടുള്ള ഒരു സ്റ്റിമുലസിനെ ആഡ് ചെയ്യുകയാണെങ്കിൽ അതിനെ പോസിറ്റീവ് പണിഷ്മെന്റ് എന്നും, പ്ലസന്റ് ആയിട്ടുള്ള ഒരു കാര്യത്തെ റിമൂവ് ചെയ്യുകയാണെങ്കിൽ അതിനെ നെഗറ്റീവ് പണിഷ്മെന്റ് എന്നും പറയാൻ പറ്റും. നമ്മൾ പറഞ്ഞു പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് പറഞ്ഞപ്പോൾ അത് ഏതെങ്കിലും ഒരു ആക്ഷൻ അല്ലെങ്കിൽ ഒരു റെസ്പോൺസ് അല്ലെങ്കിൽ പ്രതികരണത്തെ ശക്തിപ്പെടുത്തുന്നതിന് സഹായിക്കുമെന്ന് പറഞ്ഞു. പക്ഷെ പണിഷ്മെന്റ് അല്ലെങ്കിൽ ശിക്ഷ എപ്പോഴും അങ്ങനെ ചെയ്യണമെന്നില്ല അല്ലെ. ചില സമയത്ത് നമ്മൾ പണിഷ് ചെയ്യുമ്പോൾ എന്താണ്? നമ്മൾ വിചാരിക്കാത്ത റെസ്പോൺസ് ആയിരിക്കും അവരുടെ ഭാഗത്തു നിന്നുണ്ടാവും അല്ലെ. കുട്ടികളെ ചിലപ്പോൾ ചീത്ത പറയുമ്പോൾ കുറേ വട്ടം ചീത്തകൾ കേട്ട് കഴിഞ്ഞാൽ അവർ പിന്നെ ഒരിക്കലും എന്ത് ചെയ്യില്ല, നമ്മൾ പറയുന്നത് അനുസരിക്കില്ല, അല്ലെങ്കിൽ അവർ റിബൽ ആയിട്ട് മാറും. അപ്പൊ ഇതിന്റെ പണിഷ്മെന്റ് അല്ലെങ്കിൽ ശിക്ഷയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതാണ്. ചിലപ്പോൾ നമുക്ക് അൺവാണ്ടഡ് ആയിട്ടുള്ള കാര്യങ്ങൾ വരെ സംഭവിക്കാം. എന്തെങ്കിലും ഒരു റെസ്പോൺസിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പണിഷ്മെന്റ് അല്ലെങ്കിൽ ശിക്ഷ കൊടുക്കുക. ഏതെങ്കിലും ഒരു റെസ്പോൺസിനെ സ്ട്രെങ്തൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് നമ്മൾ നൽകുന്നുണ്ടായിരിക്കുക. അതേപോലെ നിങ്ങൾ ഓർത്തു വെക്കേണ്ട മറ്റൊരു കാര്യമാണ്, പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റിൽ കൊടുക്കുന്ന സ്റ്റിമുലസ് അല്ലെങ്കിൽ പ്രബലകത്തിനെ നമ്മൾ ധനപ്രബലനകാരി എന്നും, നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റിൽ കൊടുക്കുന്ന പ്രബലകത്തെ ഋണപ്രബലനകാരി എന്നും പറയുന്നുണ്ടായിരിക്കും. സ്കിന്നറിന്റെ തിയറിയിൽ ആദ്യം ഉണ്ടാകുന്നത് റെസ്പോൺസ് ആണ് അല്ലെ. ആ റെസ്പോൺസിന് ശേഷമാണ് പിന്നീട് ഒരു സ്റ്റിമുലസ് അല്ലെങ്കിൽ ചോദകം നൽകിയിട്ടുണ്ടായിരുന്നത്. എന്നാൽ പാവ്ലോവിന്റെയും തോണ്ടേക്കിന്റെയും പരീക്ഷണങ്ങളിൽ ആദ്യം സ്റ്റിമുലസ് ഉണ്ടാകുന്നു. ആ സ്റ്റിമുലസിനനുസരിച്ച് ആ ഒരു ജീവി എന്ത് ചെയ്യാണ്? റെസ്പോൺസ് കാണിക്കുകയാണ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ നമുക്ക് പറയാൻ പറ്റും സ്റ്റിമുലസ് റെസ്പോൺസ് കണക്ഷൻ എന്തായിട്ട് മാറുകയാണ്? സ്കിന്നറിന്റെ തിയറിയിലേക്ക് വരുമ്പോൾ റെസ്പോൺസ് സ്റ്റിമുലസ് കണക്ഷൻ ആയിട്ട് ചേഞ്ച് ചെയ്യാണ് ചെയ്യുന്നത്. ഇത് ഇമ്പോർട്ടന്റ് ആണ്, ഓർത്ത് വെക്കുക. SR കണക്ഷൻ RS കണക്ഷൻ ആയിട്ട് മാറിയത് സ്കിന്നറിന്റെ തിയറിയിലാണ്. ഓക്കെ, പഠനം നടക്കുന്നത് പ്രതികരണം, ചോദകം, പ്രബലനം, ഈ ഒരു ഓർഡറിലാണ് പഠനം നടക്കുന്നത് എന്നുള്ളതാണ് സ്കിന്നേറിയൻ തിയറി പറയുന്നത്. അതേപോലെ തന്നെ സ്കിന്നർ അദ്ദേഹത്തിന്റെ സിദ്ധാന്തത്തിലൂടെ പ്രബലനത്തിന്റെ പ്രാധാന്യം പറഞ്ഞു അല്ലെ. നമ്മൾ പറഞ്ഞു റീഇൻഫോഴ്സ്മെന്റ് എന്താണ്, റീഇൻഫോഴ്സർ എന്താണ്, പോസിറ്റീവ് നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റുകൾ എന്താണ്, പണിഷ്മെന്റ് എന്താണ് എന്നൊക്കെ പറഞ്ഞു അല്ലെ. അപ്പൊ പഠനത്തിൽ പ്രബലനത്തിന്റെ പ്രാധാന്യം ഊന്നിപ്പറഞ്ഞ വ്യവഹാരവാദി ആരാണ്? അത് സ്കിന്നർ ആണ് അല്ലെ. അദ്ദേഹത്തിന്റെ പരീക്ഷണത്തിൽ ആ ഒരു എലിക്ക് ഫുഡ് നൽകാതെ വന്നപ്പോൾ ലിവർ പ്രസ് ചെയ്യുക എന്നുള്ള ആ ഒരു പ്രതികരണം അല്ലെങ്കിൽ റെസ്പോൺസ് കുറഞ്ഞു വരുന്നതായിട്ട് അദ്ദേഹം മനസ്സിലാക്കിയിട്ടുണ്ട്. അതിൽ നിന്നാണ് പ്രബലനത്തിന്റെ പ്രാധാന്യം അദ്ദേഹം പറയുന്നത്. സ്കിന്നറിന്റെ തിയറിയുടെ വിദ്യാഭ്യാസ പ്രസക്തിയായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് എന്താണ്? റീഇൻഫോഴ്സ്മെന്റിന്റെ പ്രാധാന്യമാണ് അല്ലെ. റീഇൻഫോഴ്സ്മെന്റ് നൽകുന്നതിലൂടെ കുട്ടികളിൽ നല്ലതായിട്ടുള്ള ശീലങ്ങൾ വളരുകയും പണിഷ്മെന്റിലൂടെ കുട്ടികളിലെ മോശം സ്വഭാവങ്ങൾ മാറ്റിയെടുക്കാനും സാധിക്കും എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇടവിട്ടുള്ള പ്രബലനം അല്ലെങ്കിൽ റീഇൻഫോഴ്സ്മെന്റിന്റെ പ്രാധാന്യം അദ്ദേഹം പറയുന്നുണ്ട്. ഇത് തന്നെയാണ് സ്കിന്നറിന്റെ തിയറിയുടെ പ്രധാനപ്പെട്ട ഒരു വിദ്യാഭ്യാസ പ്രസക്തിയായിട്ട് നമുക്ക് പറയാനുള്ളത്. ഇനി സ്കിന്നറുമായി ബന്ധപ്പെട്ട മറ്റൊരാശയമാണ് ക്രമീകൃത പഠനം. ഓക്കെ, ക്രമീകൃത പഠനം അല്ലെങ്കിൽ പരിക്രമീകൃത ബോധനം, പരിക്രമീകൃത ബോധനം ഓർ പ്രോഗ്രാംഡ് ലേണിംഗ്. ഇത് PSC അതേപോലെ കേട്ടറ്റിനൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. വൺ വേർഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾക്ക്
സാധ്യതയുള്ള ഒരു ഭാഗമാണ് അല്ലെ. ക്രമീകൃത പഠനം, പരിക്രമീകൃത ബോധനം, പ്രോഗ്രാംഡ് ലേണിംഗ്. ഇവിടെ എന്താണ്, പഠിക്കാനുള്ള കാര്യങ്ങൾ എന്താണ് ക്രമമായിട്ട് അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വൽ സ്റ്റുഡന്റിനെ ക്രമമായി അവതരിപ്പിച്ചിട്ട് ആ കുട്ടിക്ക് കൃത്യമായിട്ട് റെയിൻഫോഴ്സ്മെന്റ് ഒക്കെ നൽകി പഠിപ്പിക്കുന്ന ഒരു രീതി അല്ലെങ്കിൽ ആ ഒരു സംവിധാനമാണ് ക്രമീകൃത പഠനം അല്ലെങ്കിൽ പരിക്രമീകൃത ബോധനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത്രയുമാണ് സ്കിന്നറും അദ്ദേഹത്തിന്റെ പരീക്ഷണങ്ങളും അതിൽ നിന്ന് അദ്ദേഹം രൂപീകരിച്ചിട്ടുള്ള പ്രധാന ആശയങ്ങളും നമുക്ക് പഠിക്കാനുള്ളത്. ഇതുവരെയുള്ള വീഡിയോകളിൽ നമ്മൾ വ്യവഹാരവാദികളുടെ പഠനത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകളാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പൊ കഴിഞ്ഞ വീഡിയോയിലൂടെ ഈ വീഡിയോയിലൂടെയും നമ്മൾ വ്യവഹാരവാദികളുടെ പഠനത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകളാണ് മനസ്സിലാക്കിയത് അല്ലെ. വ്യവഹാരവാദത്തിന്റെ പരിമിതിയായിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ആദ്യത്തെ കാര്യം, ഇവര് ജന്തുക്കളിലാണ് പരീക്ഷണം നടത്തിയത് അല്ലെ. ഇത്തരത്തിൽ ജന്തുക്കളിൽ നടത്തിയ പരീക്ഷണത്തിന്റെ അടിസ്ഥാനത്തിലാണ് മനുഷ്യരിൽ എങ്ങനെ പഠനം നടക്കുന്നു എന്നുള്ളത് അവര് പറയുന്നത്. അപ്പൊ മനുഷ്യരും ജന്തുക്കളും തമ്മിൽ എന്താണ്, നല്ല അന്തരമുണ്ട് അല്ലെ. മനുഷ്യരിൽ എന്താണ്, ഉയർന്ന തലത്തിലുള്ള മാനസിക പ്രക്രിയകളും ചിന്തകളൊക്കെ നടക്കുന്നുണ്ട്. പക്ഷെ ജന്തുക്കളിൽ അങ്ങനെയല്ല. അതുകൊണ്ട് തന്നെ ജന്തുക്കളിൽ നടത്തിയ പഠനത്തെ സാമാന്യവൽക്കരിച്ച് മനുഷ്യരിലെ പഠനം ഇങ്ങനെയാണെന്ന് പറയുന്നത് അടിസ്ഥാനരഹിതമല്ല എന്നുള്ളതാണ് അവരുടെ ഒരു പോരായ്മയായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്. അതേപോലെ ജന്തുക്കളിൽ നിയന്ത്രിത സാഹചര്യത്തിലാണ് ഇവർ പഠനം നടത്തിയത് അല്ലെ, കൂട്ടിലടച്ചിട്ടും മറ്റുമൊക്കെ. അപ്പൊ ഇതെന്താണ്, ഒരിക്കലും മനുഷ്യരിൽ പോസിബിൾ അല്ല അല്ലെങ്കിൽ മനുഷ്യരിൽ പ്രായോഗികമായിട്ടുള്ള കാര്യമല്ല ഇത്തരത്തിലുള്ള ഒരു പഠനം എന്ന് പറയുന്നത്. മാത്രമല്ല മനുഷ്യരുടെ പഠനത്തിൽ ഭൗതികവും സാമൂഹികവും സാംസ്കാരികവുമായ ഘടകങ്ങൾ ചെലുത്തുന്ന സ്വാധീനത്തെ ഇവർ പാടെ അവഗണിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ വ്യവഹാരവാദികളുടെ പഠനത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ എന്തൊക്കെയാണെന്നുള്ളത് അവസാനിപ്പിക്കുകയാണ്. ഈ ഒരു പോരായ്മകൾ, വ്യവഹാരവാദത്തിന്റെ പോരായ്മകൾ എന്താണെന്നുള്ളത് കൂടെ പഠിച്ചു വെക്കാൻ ശ്രമിക്കുക. ചോദ്യങ്ങൾ ചോദിക്കാം. അപ്പൊ കൃത്യമായിട്ട് മനസ്സിലാക്കി പഠിക്കുക. സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റുകളിലൂടെ ചോദിക്കാം. അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഏവർക്കും നന്ദി.